ഹലോ, വെൽക്കം ടു അവർ നെക്സ്റ്റ് ക്ലാസ്. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 11ലെ ഒരു ചാപ്റ്ററാണ്. ഒരു കഥയാണത്, ദുഃഖ്. ഇതിന്റെ റൈറ്ററാണ് യശ്പാൽ. അപ്പോൾ നമ്മുടെ കഥയിലോട്ട് കിടക്കാം. വലിയ കഥയാണ്. സോ ഞാനൊരു 3 പാർട്ടായിട്ട് തന്നെ ഡിവൈഡ് ചെയ്യുന്ന ഈ ചാപ്റ്റർ മനസ്സിലാക്കി തരാം. I will try to speak slowly as requested by the viewers. जिसे मनुष्य सर्वापेक्षा अपना समझ भरोसा रखता है. जिसे മനുഷ്യൻ ആരെയാണ് നമ്മുടെ എല്ലാമായിട്ട് നമ്മുടെ സ്വന്തമായിട്ട് വിചാരിച്ച് നമ്മൾ വിശ്വസിക്കുന്ന ഭരോസ रखता है. जब उसी से अपना और अपमान और तिरस्कार प्राप्त हो तो मन वितृष्णा से भर जाता है. ജബ് ഉസീസെ നമ്മൾ ആരെയെങ്കിലും നമ്മളെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ആ ആള് തന്നെ നമ്മളെ അപമാനിക്കും, തിരസ്കാരം ചെയ്യും, ആൾക്കാരുടെ മുമ്പിൽ കളിയാക്കും. ഇതെല്ലാം നമുക്ക് നമ്മൾ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്ന് കിട്ടുമ്പോ മൻ വി തൃഷ്ണാസെ ഭർ ജാത്ത ഹൈ, एकदम मर जाने की इच्छा होने लगती है. इसे शब्दों में बता सकना संभव नहीं है. അപ്പൊ മനസ്സിലങ്ങനെ ഭയങ്കര ഒരു വിഷമം കേറിയിരിക്കും. പിന്നെ ഏകദം മർജാനേക്ക ഇച്ഛക്കറുത്ത, ഏകദം എന്ന് പറഞ്ഞാൽ മരിച്ചു പോകാനുള്ള വരെ നമുക്ക് ഒരു ടെൻഡൻസി വരും, ആത്മഹത്യ ചെയ്യാലോ. നമ്മൾ അത്രയും സ്നേഹിച്ചിട്ട് നമ്മളെ കുറ്റം പറയുന്നു, അപമാനിക്കുന്നു. ഇസ് ശബ്ദോമേ ബത്താ സക്ന സംഭവ് നഹി. ഇത് നമുക്ക് ശബ്ദത്തിലൂടെ അല്ലെങ്കിൽ നമുക്ക് വർണ്ണിക്കാൻ പറ്റില്ല. അതൊരു ഫീലിംഗ് ആണ്. അത് നമുക്ക് അത് അങ്ങനെ നമുക്ക് ലൈഫിൽ ഉണ്ടെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് ആർക്കും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. വേദന എന്നുള്ളതാണ് പറയുന്നത്, ആ ദുഃഖ്. ഓക്കെ. ദിലീപ് ने हेमा को पूर्ण स्वतंत्रता दी थी. ദിലീപ് ഹേമയ്ക്ക് ഫുൾ ഫ്രീഡം കൊടുത്തായിരുന്നു. പൂർണ്ണ സ്വതന്ത്രത എന്ന് പറയുമ്പോൾ ഫുൾ ഫ്രീഡം. वह उतना उसका कितना आदर करता था, कितनी आंतरिकता से वह उसे उसके प्रति अनुरक्त था. बहुत से लोग उसे अति कहेंगे. इस पर भी जब वह हेमा को संतुष्ट ना कर सका और हेमा केवल दिलीप के उसकी सहेली के साथ सिनेमा देख आने के कारण रात भर रूठी रहकर सुबह उठते ही माँ के घर चली गई, तब दिलीप के मन में शोभ का अंत न रहा. അപ്പൊ ഇതെന്നാ പറയുന്നത്, ദിലീപിനെ ഹേമക്കോ പൂർണ്ണ സ്വതന്ത്രത ദീ थी. എല്ലാ ഫ്രീഡം കൊടുത്തായിരുന്നു. ഭയങ്കരമായിട്ട് അവനെ റെസ്പെക്ട് ചെയ്യുമായിരുന്നു, ആദർ करता था. उसके प्रति अनुरक्त था. ഭയങ്കരമായിട്ട് ചിന്തിക്കുക, ഭയങ്കരമായിട്ട് സ്നേഹിക്കുക, എല്ലാം ചെയ്തു കൊടുക്കുക, ആ ഒരു അർത്ഥത്തിൽ. बहुत से लोग उसे अति कहेंगे. കുറെ ആൾക്കാർ പറയും, ഓ അത് ഭയങ്കര കൂടുതലാണെന്ന്. इस पर भी जब हेमा को संतुष्ट ना कर सका और हेमा केवल दिलीप के उसकी, അപ്പൊ എന്നെ പറഞ്ഞ ഇത്രയൊക്കെ ചെയ്തിട്ടും അവൾക്ക് ഹേമക്കോ സന്തുഷ്ട ना कर सका, ഹേമനെ സന്തുഷ്ടാക്കാൻ പറ്റിയില്ല. और हेमा केवल दिलीप के, അപ്പൊ ഹേമയ്ക്ക് എന്നാ പറ്റി, ദിലീപ് ഉസ്കി സഹലി के साथ സിനിമ देखाने के कारण, ദിലീപ് അവന്റെ ഒരു കൂട്ടുകാരിയുടെ കൂടെ സിനിമ കണ്ടുവന്നുകൊണ്ട് രാത് ഭർ റൂഠി രഹക്ക, രാത്രി മുഴുവൻ എന്താ പറഞ്ഞ പിണങ്ങിയിരുന്നിട്ട് സുബ ഉঠത്തേഹി, സുബ രാവിലെ എഴുന്നേക്കുമ്പോഴേക്കും അവളുടെ അമ്മയുടെ വീട്ടിൽ പോയി. तब दिलीप के मन में शोक का अंत न रहा. सितंबर का अंतिम सप्ताह था. സെപ്റ്റംബർ ലാസ്റ്റ് ആഴ്ചയായിരുന്നു. സപ്താഹ മീൻസ് വീക്ക് ആയിരുന്നു. वर्षा की ऋतु बीत जाने पर भी दिन भर पानी बरसता रहा. മഴക്കാലം പോയാലും മഴ ഉണ്ടായിരുന്നു. ദിലീപ് बैठक की खिड़की और दरवाजे पर पर्दे डाले बैठा था. ദിലീപ് बैठक എന്ന് പറയുമ്പോൾ നമ്മുടെ സിറ്റിംഗ് ഹാളിലെ വരുന്നത്, की खिड़की दरवाजेल पर्दा ഇടുവായിരുന്നു. वि तृष्णा और ग्लानी में समय स्वयं यातना बन जाता है. एक एक मिनट गुजारना मुश्किल हो जाता है. നമുക്ക് നമ്മൾ തെറ്റോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഗ്ലാനി എന്ന് പറയുമ്പോൾ നമ്മുടെ ഗിൽറ്റി ഫീലിംഗോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സമയം പോവാണ്ട് एक एक मिनट गुजारना मुश्किल हो जाता है. ആ വിഷമം കാരണം നമുക്ക് സമയം നീങ്ങി പോവാൻ പറ്റില്ല. സമയക്കോ ബി
मित्रता न देख दिलीप खींच कर सो जाने का यत्न करने लगा. അപ്പോൾ സമയം പോവാണ്ട് നമ്മള് ചില നേരത്ത് നോക്കില്ല, സമയമൊന്നും പോലും എങ്ങനെയും കിടന്ന് ഉറങ്ങെങ്കിലും ചെയ്യാന്ന് ഓർത്ത് അങ്ങനെ കോशिश ചെയ്തു. इसी समय जीने पर से छोटे भाई के धम-धम कर उतरते चले आने का शब्द सुनाई दिया. इसी समय ഈ സമയത്ത് തന്നെ ജീനെ पर से छोटे भाई का തട്ടുമുകളിന്ന് താഴത്തേക്ക് ധം ധം എന്ന് പറഞ്ഞിട്ട് ചവിട്ടുപടി ഇറങ്ങി താഴോട്ട് വരുന്ന ഒച്ച കേട്ടു. अलसाई हुई आंख को आधा खोल उसने दरवाजे की ओर देखा. അപ്പൊ മടിച്ചിരിക്കുന്ന അൽസായി എന്ന് പറയുമ്പോൾ ലസി ആയിട്ടിരിക്കുന്ന കണ്ണുകളെ പകുതി ആക്കോക്കോ ആധാ കൊല്ലാന്ന് പറയുന്ന പകുതി തുറന്നിട്ട് നമ്മൾ ചില നേരത്ത് തുറക്കാൻ ഇഷ്ടമില്ല എന്നാലും തുറന്ന് ദർവാജയ്ക്ക് ഓർ ദേഖാ, അതിന്റെ വശത്തേക്ക് നോക്കി. छोटे भाई ने पर्दे को हटाकर पूछा, भाई जी आपको कहीं जाना ना हो तो मैं मोटरसाइकिल ले जाऊं. അപ്പൊ അവൻ കർട്ടൻ മാറ്റിട്ട് പറഞ്ഞു, ഭായിജി ചേട്ടാ आपको कहीं जाना ना हो तो നിങ്ങൾക്ക് എങ്ങോട്ടെങ്കിലും പോവാനില്ലെങ്കിൽ ഞാൻ ആ മോട്ടോർ സൈക്കിൾ കൊണ്ടുപോട്ടെ ചോദിക്കും. മോട്ടോർ സൈക്കിൾ ले जाऊं കൊണ്ടുപോട്ടെ ചോദിക്കും. इस विघ्न से शीघ्र छुटकारा पाने के लिए दिलीप ने हाथ से इशारे से उसे इजाजत दे आंखें बंद कर लिया. അപ്പോ വലിയ കോംപ്ലിക്കേഷനും ഒന്നും ആരും ഒന്നും പറയാണ്ടിരിക്കാനും വേണ്ടിയിട്ട് അവൻ എന്താ ചെയ്തത്, ഭയങ്കര ശീഘ്രം പെട്ടെന്ന് ഈ സിറ്റുവേഷനിൽ നിന്ന് മാറി കിട്ടാൻ വേണ്ടിട്ട് അവൻ കൈകൊണ്ട് തന്നെ ദിലീപിനെ ഹാത്ത് സെ ഇഷാറാക്കി, കൈകൊണ്ട് തന്നെ ഇങ്ങനെ ആക്ഷൻ കാണിച്ചു കൊടുത്തു, നീ കൊണ്ടുപോക്കോളാൻ, വണ്ടി എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ആ ആഖ്യ ബന്ദ് കറി, അത് കഴിഞ്ഞ് പെട്ടെന്ന് കണ്ണടച്ചു. दीवार पर टंगे क्लॉक के कमरे को गूंजाते हुए 6 बज जाने की सूचना दी. दीवार पर टंगे क्लॉक, ഓക്കെ, दीवार पर टंगे क्लॉक നമ്മുടെ ഈ പെൻഡുലം ക്ലോക്ക് ആയിരുന്നു. ദീവാർ എന്ന് പറയുമ്പോ നമ്മുടെ വാൾമേ ഈ ടംഗെ ക്ലോക്ക് के कमरे को, ഈ ടംഗെ ക്ലോക്ക് നിന്ന് ഗുഞ്ചാത്തെ ഹുവേ 6 ബജനെ की, അപ്പൊ 6 മണി അടിക്കുമല്ലോ ഈ പെൻഡുലം ക്ലോക്കിലൊക്കെ. അപ്പൊ 6 അടിക്കുന്ന 6 ബജ് ജാനേക്ക് സൂചന ദി. ഈ മുഴുവൻ ഗൂഞ്ചന അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പൊ ഈ റൂമിൽ മുഴുവൻ അത് അങ്ങനെ 6 മണിയുടെ മുഴക്കം അടിച്ചെന്ന് പറയും. 6 പ്രാവശ്യം അടിച്ചു. ദിലീപ് को अनुभव हुआ क्या वह यूं ही कैद में पड़ा रहेगा. അവന് തോന്നും ഇങ്ങനെ തന്നെ ഇങ്ങനെ ജയിൽവാസികളുടെ പോലെ ഇങ്ങനെ കടന്നാ മതിയോ എന്നുള്ളവന്റെ ഒരു വിചാരം വരും. ഉട്ട്കർ ഖിഡ്കി കാ പർദ ഹട്ടാക്കർ ദേഖാ ബാരിഷ് थम गई थी. ഉട്ട്കർ എഴുന്നേറ്റിട്ട് ഖിഡ്കി കാ പർദ ജനലിലെ കർട്ടൻ ഹട്ടാക്കർ ദേഖാ മാറ്റി നോക്കി. ബാരിഷ് थम गई थी, മഴ നിന്ന് പോയായിരുന്നു. थमना मीन्स रुक जाना. अब उसे दूसरा भय हुआ, कोई आ बैठेगा और अब प्रिय चर्चा चला देगा. ഇനിയിപ്പോ അവന്റെ ടെൻഷനായി, മഴ കഴിഞ്ഞപ്പോ ഇനിയിപ്പോ ആരെങ്കിലും വന്നു ആ ബെഠേക, ഇവിടെ വന്നിരുന്നിട്ട് ഇഷ്ടമില്ലാത്ത, ആ പ്രിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത, പ്രിയ എന്ന് പറയുമ്പോൾ ഇഷ്ടം, അപ്പോൾ അതിന്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ട് അപ്രിയ ചർച്ച ചലാതേക, എന്തെങ്കിലും ആവശ്യമില്ലാത്ത ടോപ്പിക്കിൽ വർത്താനം പറയാൻ നമുക്കും ചില നേരത്ത് ദേഷ്യം വരില്ല. അതേപോലെ ആരെങ്കിലും വരും എന്ന് പറയും മഴ കഴിഞ്ഞുകൊണ്ട്. വ ഉഠാ ഭായ് की साइकिल ले, गली के कीचड़ से बचता हुआ और उससे अधिक लोगों की निगाह से छिपता हुआ वह मोरी दरवाजे से बाहर निकला. शहर की पुरानी फसील के बाग से होता हुआ मिंटो पार्क जा पहुंचा. അപ്പോൾ वह उठा, भाई का साइकिल लिया, ചേട്ടന്റെ സൈക്കിൾ എടുത്തു. ഗലി की कीचड़ से बचता हुआ, ഗലി की कीचड़ എന്ന് പറയുമ്പോൾ നമ്മുടെ ഗലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടവഴിയിലത്തെ ആ കീച്ചട് ചെളിന്ന് ബച്ച്താ ഹുവ രക്ഷപ്പെട്ട്, ഉസ്സെ അധിക് ലോഗോं की നിഗാഹോं സെ छिपता हुआ, കുറെ ആൾക്കാരെ നമ്മളിങ്ങനെ നോക്കാണ്ട്, നിഗാഹോं സെ छुपना എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആരും ശ്രദ്ധിക്കാണ്ട് ആരും നോക്കാണ്ട്, മോരി ദർവാജെ സെ ബാഹർ നിക്ല, ഈ ദർവാസയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഷഹർ കി പുരാനി ഫസീൽ കെ ബാഗ് സെ ഹോത്താ ഹുവ, ഷഹർ എന്ന് പറയുമ്പോൾ സിറ്റിയുടെ അവിടുത്തെ ഒരു ഫസീലിലെ ബാഗ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പാർക്ക് ഉണ്ടാവും. സെ ഹോത്താ ഹുവ മിന്റോ പാർക്ക് ജാ പहुंचा. അപ്പൊ അവിടെ വരെ സൈക്കിൾ ഓടിച്ചിട്ട് അവൻ എത്തി. उस लंबे चौड़े मैदान में पानी से भरी घास पर पछुआ के तेज झोंकों में ठिठुरने के लिए उस समय कौन आता. അപ്പോ ഈ മഴ പെയ്തിട്ടുള്ള തണുത്ത കാറ്റിന് ഈ ലംബി ചോടി मैदान में, അത് വലിയൊരു മൈതാനായിരുന്നു. മേ പാനി സെ ഭരി ഘാസ് पर पछुआ के तेज झोंकों में ठिठुरने के लिए, അപ്പൊ പാനി സെ ഭരി ഘാസ്, അപ്പൊ അവിടെ മുഴുവൻ ചെളി നിറഞ്ഞ് പിന്നെ പുല്ലെല്ലാം നിറഞ്ഞിട്ട് പാനീസെ ഭരാവുക, പാനീസെ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഘാസ് ആണ്. അവിടെ ഈ തണുപ്പത്ത് ആരാണ് ഈ ഠിഠൂറിനെ കെലി, തണുപ്പത്ത് ആരാണ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വരെ ഈ തണുപ്പ് ഏറ്റാൻ വേണ്ടി വരിക എന്നുള്ള ചോദ്യമാണ്. ഉസ് ഏകാന്ത് മേ ഏക് बेंच के सहारे
साइकिल खड़ा कर वह बैठ गया. അപ്പോൾ उस एकांत में ആ സൈലൻസ് പാർക്കിനകത്ത് एक ബെഞ്ച് के सहारे ഒരു ബെഞ്ച് അവിടെ ഉണ്ടായിരുന്നു. അതിന്റെ അവിടെ സൈക്കിള് ചാരി നിർത്തിയിട്ട് वह वहां बैठ गया. सिर से टोपी उतार बेंच पर रख दिया. തലേന്ന് തൊപ്പി എടുത്ത് बेंच में വെച്ചു. सिर में ठंड लगने से मस्तिष्क की व्याकुलता कुछ कम हुई. തലയില് സിർ में ठंड लगने से തലയില് ആ തൊപ്പിയെല്ലാം മാറ്റി തണുത്ത കാറ്റടിച്ചപ്പോ മസ്തിഷ്ക് ബ്രെയിനിലെ കുറെ ടെൻഷനും കുറെ ഫ്രസ്ട്രേഷൻ അതെല്ലാം ഒന്ന് കുറഞ്ഞു. ख्याल आया यदि ठंड लग जाने से वह बीमार हो जाए, उसकी हालत खराब हो जाए, तो वह चुपचाप शहीद की तरह अपने दुख को अकेले ही सहेगा. അപ്പം അവന്റെ ഒരു ഓർമ്മയിൽ ഇങ്ങനെ വന്നു, ഖയാലായ कि यदि ठंड लग जाए തണുപ്പടിച്ചിട്ട് वह बीमार हो जाए അസുഖം വരുവാണെങ്കിൽ बीमार होना എന്ന് പറഞ്ഞാൽ അസുഖം വരണമെങ്കിൽ उसकी हालत खराब हो जाएगी. അപ്പോൾ उसकी हालत തണുപ്പടിച്ച് പനി വരുമ്പോ നമ്മുടെ ശരീരം हालत खराब ആവുമല്ലോ. खराब हो जाना എന്ന് പറഞ്ഞാൽ പനി പിടിച്ചു കിടക്കുക. तो वह चुपचाप ഷഹീദ് की तरह. അപ്പോ മിണ്ടാതെ ഇങ്ങനെ ഈ ഷഹീദ് എന്ന് പറയുമ്പോ ലോകത്തിന് വേണ്ടിയിട്ട് മരിച്ച ആൾക്കാരെ ഇങ്ങനെ ഷഹീദ് की तरह अपने दुख को अकेले ही सहेगा. അപ്പോ ഷഹീദ് ആൾക്കാരെ പോലെ അവന്റെ വിഷമം അവൻ തന്നെ ഒറ്റയ്ക്ക് സഹിക്കും എന്ന് പറയും, സഹിച്ചോളാം. किसको अपने दुख का भाग लेने के लिए नहीं बुलाऊंगा, किसी को ആരെയും അവന്റെ വിഷമം പങ്കുവെക്കാൻ ആരെയും വിളിക്കില്ല എന്ന് പറയും. जो उस पर विश्वास नहीं कर सकता उसे क्या अधिकार है कि उसके दुख का भाग बटाने आए. അപ്പൊ जो उस पर विश्वास नहीं करता ആരെ അവനെ വിശ്വസിക്കാത്ത അവന് എന്താ അധികാരമുള്ള അവന്റെ വിഷമം പങ്കുവെക്കാന്ന് പറയും. एक दिन मृत्यु दबे पाव आएगी और उसके रोग के कारण हृदय की व्यथा और रोग को ले उसके सिर पर सांत्वना का हाथ धर उसे शांत कर चली जाएगी. तो एक दिन ഒരു ദിവസം മൃത്യു ദബേ പാവായി, ഈ മരണം പതുക്കെ വരും, ആരും അറിയാണ്ടുള്ള മരണം തന്നെയാണ് മൃത്യു ദബേ പാവായെങ്കിൽ. और उसके रोग के कारण അവന്റെ ഈ രോഗം കാരണം ഹൃദയ की व्यथा और रोग को लेकर ഈ ഹൃദയത്തിന്റെ വിഷമങ്ങളും രോഗവും എല്ലാം കൂടി उसके सर पर सांत्वना का हाथ धर उसे शांत कर चली जाएगी. അപ്പൊ ഒരു സ്വാന്തനം കൊടുത്തിട്ട് അതങ്ങ് പോകുന്നു, ഈ മൃത്യു അങ്ങ് പോകുന്നു. उस दिन जो लोग रोने बैठेंगे उनमें हेमा भी होगी. അപ്പൊ അന്ന് ഉസ് ദിൻ ആ ദിവസം ജോ ലോഗ് റോനെ ബെഠേങ്കെ കുറെ ആൾക്കാർ കരയാനിരിക്കലോ മരിച്ചിട്ട്, അതിനകത്ത് ഹേമയും കാണുന്നു പറയുക. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അത്ര വിഷമിച്ചിട്ടായിരുന്നു. उसी दिन उसे खोकर हेमा अपने नुकसान का अंदाजा कर अपने व्यवहार के लिए पछताएगी. उसी दिन ആ ദിവസം തന്നെ ഉസെ ഖോക്കർ ഇവൻ മരിച്ചു പോകുമ്പോ ഇവനെ നഷ്ടപ്പെട്ടു പോയ ആ വിഷമത്തിൽ ഹേമ അപ്നെ നുക്സാൻ ഹേമയ്ക്കുള്ള എന്ത് നഷ്ടങ്ങളാ മനസ്സിലാക്കി അന്താസ കർ എന്ന് പറയുമ്പോ നുക്സാൻ കാ അന്താസ കർ എന്ന് പറയുമ്പോ അവന്റെ എന്താണ് നഷ്ടങ്ങൾ അത് മനസ്സിലാക്കി അപ്നെ വ്യവഹാരത്തില് അവനവന്റെ സ്വഭാവത്തിന് വേണ്ടിയിട്ട് അവൾക്ക് പശ്ചാന പടയുക എന്ന് പറഞ്ഞ സ്വഭാവം കാരണം അവൾക്ക് ദുഃഖിക്കേണ്ടി വരുന്നു, അവളുടെ ഈ സ്വഭാവം കാരണം. യഹി ബദലാവ് ഹോഗ ദിലീപ് കെ ചുപ്ചാപ് സഹത്തെ ജാനെ കാ. ഇതായിരിക്കും ദിലീപ് മിണ്ടാതിരുന്ന് എല്ലാം സഹിച്ചതിന്റെ ഒരു റിസൾട്ട് അവൾക്ക് കിട്ടുന്നത്. നിശ്ചയ കർ ഉസ്നെ സന്തോഷ് കാ ഏക് ദീർഘ നിശ്വാസ് ലിയ. അപ്പോഴാണ് ഒരു സന്തോഷത്തിന്റെ ഒരു ദീർഘ നിശ്വാസം എടുത്തു എന്ന് പറയും. കർവട്ട് ബദൽ ठंडी हवा खाने के लिए बैठ गया. അത് കഴിഞ്ഞ് കർവട്ട് ബദൽ അവൻ അവിടെ തന്നെ കർവട്ട് ചേഞ്ച് ചെയ്തിട്ട് തണുത്ത കാറ്റ് എടുക്കാൻ ഇരുന്നു എന്ന് പറയും. समीप 3 फर्लांग पर मुख्य रेलवे लाइन से कितनी ही गाड़ियां गुजर चुकी है. അപ്പോ സമീപ് അടുത്ത് തന്നെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്ര കിത്തനി ഹി ഗാഡിയെ ഗുസർ ചുക്കി थी. ദിലീപ് का ध्यान न गया था. അവിടെ ഇത്രയും ട്രെയിൻ പോയി അവന്റെ ശ്രദ്ധ ഒന്നും പോയിട്ടില്ല. ഈ പാടത്ത് അവന്റെ ഈ ആലോചനയിൽ അവൻ ഇരിക്കുക. अब जब फ्रंटियर मेल तूफान वेग से तीव्र कोलाहल करती हुई गुजरी तो दिलीप ने उस ओर देखा. അപ്പോ ഈ ഒരു ഫ്രോണ്ടിയർ മെയിൽ തൂഫാൻ, അപ്പോ ഒരു മെയിൽ എക്സ്പ്രസ് തൂഫാൻ വേഗ് ഭയങ്കര സ്പീഡിനകത്ത്, തൂഫാൻ വേഗ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡില് തീവ്ര കോലാഹൽ കടത്തി പോയി, ഭയങ്കര സ്പീഡിൽ ഭയങ്കര ഒച്ച ഉണ്ടാക്കിയിട്ട് അവിടുന്ന് ഗുസറി അവിടുന്ന് പോയപ്പോഴാണ്
तो दिलीप ने उसको അപ്പോഴാണ് ദിലീപിന്റെ ശ്രദ്ധ വന്ന് ഓ അവിടെ ട്രെയിൻ പോയില്ലോ. लगातार फर्स्ट और सेकंड के डिब्बे से निकलने वाले तीव्र प्रकाश से वह समझ गया फ्रंटियर मेल जा रही है 9:30 बजे. അപ്പൊ അവനത് ഫസ്റ്റ് സെക്കൻഡ് ഡിബ്ബയുടെ അവിടുന്ന് വെളിച്ചം വന്നപ്പോ അവന് മനസ്സിലായി അത് ഫ്രോണ്ടിയർ മെയിലാണ്. സമയം എത്രയായി അവർക്കറിയാലോ, സമയം ഈ ട്രെയിൻ ഈ സമയത്ത് പോകുന്നത്. അപ്പൊ 9:30 बजे 9:30 ആയിരുന്നു. स्वयं यह अन्याय के प्रतिकार की एक സംഭാവന देख उसका मन कुछ हल्का हो गया. അപ്പൊ തന്നെത്താനെ അവൾക്കൊരു ശിക്ഷ കിട്ടും എന്നുള്ള ഒരു കാര്യം ഓർത്തിട്ട് അവന്റെ മനസ്സ് ഒരു വിഷമം കുറഞ്ഞു. മൻ ഹൽക്കാവുന്ന ഓക്കെ, വിഷമം കുറഞ്ഞു. വ ലോട്ടനെ കെലി ഉഠ, അവൻ തിരിച്ചു പോകാൻ എനിക്ക് ശരീരമേ शैथिल्य की मात्रा बाकी रहने के कारण साइकिल पर ना चढ़ वह पैदल पैदल भागो भाग बादशाही मस्जिद से टकसाली दरवाजे और टकसाली से भाटी दरवाजे पहुंचा. അപ്പൊ തന്നെ ഭയങ്കര साइकिल എടുത്തിട്ട് അവൻ उस पर चढ़ गया. उस पर चढ़ वह पैदल पैदल, उस पर ना चढ़ वह पैदल पैदल. അപ്പൊ സൈക്കിളെ കയറാണ്ട് സൈക്കിൾ കയ്യിലെ പിടിച്ചിട്ട് पैदल पैदल भागो भाग बादशाही मस्जिद से टहसाली दरवाजे वरे थी. टकसाली दरवाजे भाटी दरवाजे पहुंचा. അപ്പൊ ലാസ്റ്റ് ഒരു ഭാട്ടി ദർവാജ വരെ എത്തി. മാർഗ് മേ ഷായദ് ഹി കോയി വ്യക്തി ദിഖായി ദിയാ ഹോ, മാർഗില് ഒരു മനുഷ്യനെയും കാണാൻ കണ്ടില്ല എന്ന് പറയും. സടക് കിനാരെ स्तब्ध खड़े बिजली के लैंप निष्काम और निर्विकार भाव से अपना प्रकाश सड़क पर डाल रहे थे. അപ്പൊ സടക് के किनारे, സടക് എന്ന് പറയുമ്പോ റോഡിന്റെ സൈഡില് ഖടേ ബിജ്ലി കെ ലാമ്പ്, ബിജ്ലിയുടെ ഈ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടോ, ഗവൺമെന്റ് ലൈറ്റ്, സ്ട്രീറ്റ് ലൈറ്റ് ഒക്കെ നിഷ്കാം और निर्विकार भाव से अपना प्रकाश सड़क पर डाल रहे थे. അപ്പോ ഒരു എന്താ പറയുന്നത്, ഒരു നമുക്കൊരു പ്രയോജനം, ഒരു നഷ്ടവും ഇല്ലാത്ത പോലെ, ഒരു ഇതും ഇല്ല എന്നാലും അതിനാ ഭാവസെ അപ്ന പ്രകാശ് സടക് പർ ഡാൽ രഹേ थे. നമുക്കൊരു എന്താ പറയുന്നത്, നമുക്കൊരു ലാഭവും ഇല്ല എന്നാലും ആ സ്ട്രീറ്റിലെ വെളിച്ചങ്ങൾ സ്ട്രീറ്റ് ലൈറ്റുകൾ നമുക്ക് സടക്കിലോട്ട് വെളിച്ചം തരുന്നുണ്ടായിരുന്നു. മനുഷ്യോ കെ ആഭാവ് की कुछ भी परवाह ना कर लाखों पतंगे गोले बांध कर इन लैंपों के चारों ओर नृत्य कर रहे थे. അപ്പൊ മനുഷ്യോ കെ ആഭാവ് की कुछ भी परवाह ना कर, അപ്പൊ മനുഷ്യരില്ലെങ്കിലും ഈ ലൈറ്റ് കത്തുന്നുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. മീൻസ് അവനാന് വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് കത്തുന്ന പോലെ ഇതിങ്ങനെ കത്തി കിടക്കുന്നുണ്ട്. ലാഖോ പതംഗെ ഗോൽ ബാന്ദ് കർ, അപ്പൊ ലാഖോ പതംഗ്, കുറേ ഈ എന്താ പറയുന്നത് പതംഗ്, പട്ടം പറപ്പിച്ചിട്ട് ആമയൊക്കെ പെട്ടുപോയിട്ട് അതെല്ലാം അതുമേ ചുറ്റി കിടന്നിട്ട് ഇൻ ലാംപോ കെ ചാരോ ഓർ നൃത്യ കർ രഹേ थे. ഈ ലാമ്പുകളുടെ നാലു വശത്തും ഈ പട്ടങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ പറന്ന് നൃത്യമാടുകയായിരുന്നു. സൗർ ജഗത് കെ യഹ അദ്ഭുത് നമൂനെ थे. प्रत्येक पतंगा एक नक्षत्र की भांति अपने मार्ग पर चक्कर काट रहा था. അപ്പൊ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുമായിരുന്നു. कोई छोटा कोई बड़ा दायरा बना रहा था. कोई दाएं को कोई बाएं को, कोई विपरीत गति में निरंतर चक्कर काटते चला जा रहा था. कोई किसी से टकराता नहीं. वृक्षों के भीगे पत्ते बिजली के प्रकाश में चमचमा रहे थे. അപ്പോ ഈ പതംഗ എല്ലാം, പ്രത്യേക പതംഗ एक नक्षत्र की भांति, ഒരു നക്ഷത്രം പോലെ അവനാന്റെ അപ്പനെ മാർഗമേ ചക്കർ കാട്ട് रहा था. ഒരു പതംഗ അവനാന്റെ അതേ ഒരു സ്റ്റെപ്പിൽ ഇങ്ങനെ കറങ്ങുമായിരുന്നു. ചിലത് വലുതായിരുന്നു, ചിലത് ചെറിയ വട്ടമിടുമായിരുന്നു, ചിലത് വലിയ വട്ടമിടുമായിരുന്നു, എന്തെങ്കിലും ചിലത് ദായ പോണ്ടായിരുന്നു, റൈറ്റ് സൈഡിലേക്ക് പോണ്ടായിരുന്നു, ചിലത് ലെഫ്റ്റ് സൈഡിലേക്ക് പോണ്ടായിരുന്നു, ചിലത് ഓപ്പോസിറ്റ് സ്പീഡിലേക്ക് നിരന്തര ചക്കാർ കാട്ട് രഹേ थे. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ നടക്കുമായിരുന്നു. और वृक्षों के भीगे पत्ते बिजली के प्रकाश में चमचमा, ഈ വൃക്ഷത്തിലെ ഭീഗെ പത്തെ എന്ന് പറഞ്ഞ ഇലകൾ ബിജ്ലി കെ പ്രകാശ് മേ ചമചമാ രഹേ थे. അപ്പോ ഈ ലൈറ്റിന്റെ പ്രകാശത്തിൽ ഇതിങ്ങനെ തിളങ്ങുമായിരുന്നു. एक लैंप के नीचे से आगे बढ़ने पर उसकी छोटी परछाई उसके आगे फैलती चली. एक लैंप के नीचे से आगे बढ़ने पर, അവന്റെ ലാമ്പിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ മുന്നോട്ട് പോയപ്പോ ഉസ്കി ഛോട്ടി പർച്ചായി, അവന്റെ ഷാഡോ അവന്റെ ആകെ ഫെൽത്തി ചലി, ഷാഡോ അവന്റെ മുമ്പിലേക്ക് ഇങ്ങനെ പോവുമായിരുന്നു. ജോ ലാമ്പ് സെ ആകെ ബഡ്താ പർച്ചായി
പലട്കാർ പീछे हो जाती है. അപ്പോൾ നമ്മളൊരു വട്ടത്തിന്റെ മുമ്പിൽ വരുമ്പോൾ നമ്മുടെ കറക്റ്റ് മുകളിലായിരിക്കും ഈ ഷാഡോ. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോകുമ്പോൾ മുമ്പിലത്തെ ഷാഡോ അങ്ങനെ ചെറുതായി 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 ഇങ്ങനെ പോകും. അപ്പോൾ ബാക്കിലേക്ക് പോകും. बीच बीच में वृक्षों की टहनियों की परछाई उसे ऊपर से होकर निकल जाती है. ഇടയ്ക്ക് ഇടയ്ക്ക് ഈ വൃക്ഷങ്ങളുടെ ഷാഡോ ഉണ്ട്. അപ്പോൾ അവൻ ഈ റോട്ടിൽ നിന്ന് നടക്കുമ്പോൾ ഈ വൃക്ഷങ്ങളുടെ ഷാഡോ ചവിട്ടിയിട്ട് പോകുന്ന പോലെയാണ്. उसके ऊपर से होकर निकल गई. सड़क पर बड़ा प्रत्येक भीगा पत्ता लैंपों की किरणों का उत्तर दे रहा था. सड़क पर बड़ा प्रत्येक भीगा पत्ता लैंप की किरणों पर उत्तर दे रहा था. അപ്പോൾ അവിടെ ഒരു ബടാ പ്രത്യേക ഭീഗ പത്ത, ഒരു വലിയൊരു ഇല, പ്രത്യേക തരത്തിലുള്ള ഒരു ഇല, ലാംപ് കി കിരണോ കാ ഉത്തർ ദേ രഹാ ഥാ, ഈ ലാമ്പിന്റെ കിരണത്തിന്റെ ഉത്തരം തരുമായിരുന്നു എന്ന് പറയും. ദിലീപ് സോച്ച് രഹാ ഥാ മനുഷ്യ കെ ബിനാ ഭി സംസാർ കിത്നാ വ്യസ്ത് ഓർ റോചക് ഹെ. അപ്പോൾ ദിലീപ് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, മനുഷ്യനില്ലാണ്ടും ലോകം എന്തോരം വ്യസ്ത റോച്ചക്, എന്തോരം ഭംഗി, റോച്ചക് എന്ന് പറയുമ്പോൾ എന്തോരം അട്രാക്റ്റീവ്, എന്തോരം നല്ലതാണ്. അപ്പോൾ ഇവിടെ ഐ തിങ്ക് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഇതുവരെ മനസ്സിലായി കാണുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതിന്റെ നെക്സ്റ്റ് പാർട്ട് അടുത്തതിലിടാം. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. Thanks for watching.